അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇപ്പോ ഇന്ത്യയിലെ ഒരു സ്ത്രീ യമനിൽ തൂക്കിക്കൊല്ലപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതത്തിൽ ക്രിമിനൽ നിയമങ്ങൾ കൂടി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ ദർസിൽ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്രം, അതിൽ ഇബാദാത്ത് അഥവാ ആരാധന മുറകൾ, രണ്ടാമത്തത് മുആമലാത്ത്, ജനങ്ങൾ തമ്മിലുള്ള ഇടപാട് സംബന്ധിച്ച നിയമങ്ങൾ, മൂന്നാമത്തത് മുനാക്കഹാത്ത്, വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങൾ, നാലാമത്തത് ജിനായാത്ത് എന്നാണ് വലിയ ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ. ഇപ്പോൾ എറണാകുളത്തിവിടെ വലിയ കോടതിയും ഹൈക്കോർട്ടും വക്കീലന്മാരും എല്ലാമുള്ള സ്ഥലമാണല്ലോ. ഞാനങ്ങ് തുടങ്ങിയതാ ട്രെയിനിന് പോകാൻ വേണ്ടി ഇരിക്കാം. മന്ത്രി അവர்களுം എത്തി. ഇനി എനിക്ക് പോകാനും അല്ല ട്രെയിൻ കിട്ടണമല്ലോ. അപ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം അത് 4 ഭാഗമാണ്. 1 ആരാധന, 2 ഇടപാടുകൾ, മൂന്നാമത്തത് വൈവാഹിക ജീവിതം, നാലാമത്തത് ജിനായാത്ത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സംബന്ധമായ നിയമങ്ങളെന്നാണ്. ഇപ്പം ഇവർ മന്ത്രിമാരാണ് ക്രിമിനൽ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കലും ഒക്കെ. ഞങ്ങളങ്ങനത്തെ ഇവിടെ ഇന്ത്യ രാജ്യം ആ ക്രിമിനൽ വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റ് ഭരണ രംഗത്ത് പണ്ഡിതന്മാർ ഇടപെടാത്തത് കൊണ്ട് നാം അതിലേക്ക് പോകുന്നില്ല. എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന, പള്ളി ദർസുകളിലും കോളേജുകളിലും പഠിപ്പിക്കപ്പെടുന്ന ക്രിമിനൽ നിയമത്തിൽപ്പെട്ട ഒന്നാണ്
ഒരാളെ കൊന്ന ആളെ കൊല്ലാൻ ശിക്ഷിക്കുക എന്നത്. മറ്റൊന്ന്, അങ്ങനെ കൊല്ലുന്നില്ലെങ്കിൽ മാപ്പ് കൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട്. അത് രണ്ട് വിധത്തിൽ കൊടുക്കാം. ദിയത്ത് എന്ന് പറയുന്ന ഒരു പ്രായശ്ചിത്വം ചെയ്യിപ്പിച്ചുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കാം, ഒന്നും വാങ്ങാതെയും മാപ്പ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ യമനിലെ സ്ത്രീയെ സംബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ കഴിഞ്ഞ 16-ാം തീയതി കൊല്ലുമെന്ന് ഉള്ള വാർത്തകൾ അറിഞ്ഞപ്പോൾ ഞാൻ അതിലൊന്നും ഇടപെട്ടതല്ല, നിയമപരമായി ഇടപെട്ടതല്ല. പക്ഷേ അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ടല്ലോ, ദിയത്ത് കൊടുത്താൽ വിട്ടുകൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാം മതത്തിലൊരു നിയമമുണ്ടല്ലോ. ആ നിയമം നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോടും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ കുടുംബങ്ങളെ വിളിച്ചൊന്ന് സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ്. അതിനാളുകൾ ഇവിടെ ഉണ്ട്. ഒരു മനുഷ്യൻ എന്ന ഒറ്റ നില മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത്. അത് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എന്ന വ്യത്യാസമില്ല. അതുപോലെ പുരുഷൻ, സ്ത്രീ എന്ന വ്യത്യാസമില്ല. ഇന്ത്യയും ഇതിൻ്റെ പുറത്തും എന്ന വ്യത്യാസമില്ല. എവിടെയായാലും മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് നന്മ ചെയ്യുന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള ഒരു ചർച്ച നിങ്ങൾ കുടുംബങ്ങളുമായി ചെയ്തു നോക്കിയാൽ നമ്മൾ ഇസ്ലാമിൻ്റെ നിയമം അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇസ്ലാം മുസ്ലിമീങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും അല്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കാനും കഴിയുമല്ലോ എന്ന് ഞാൻ അവിടുത്തെ പണ്ഡിതന്മാരോട് സംസാരിച്ചപ്പോൾ ചെയ്തത്, ജഡ്ജിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ കുടുംബങ്ങളുമായി സംസാരിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഒരല്പ ദിവസത്തേക്ക് നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അത് 16 തൊട്ട് പിന്നെ ഒരു ഡേറ്റൊന്നും നിശ്ചയിക്കാതെ ജഡ്ജി സ്വയം അത് മറ്റൊരു സമയത്തേക്ക് നീട്ടി. ഡേറ്റ് നിശ്ചയിക്കാതെ എന്ന് പറയുമ്പോൾ തന്നെ സമാധാനമായല്ലോ. അങ്ങനെ എപ്പോഴും ആ ചർച്ച കുടുംബങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനും ഞാൻ ഇത് ചെയ്തതിൽ ഇവിടെ 99% ആളുകളും സന്തോഷിക്കുകയും മുസ്ലിംകളും അമുസ്ലിംകളും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഭാഗം എവിടുന്നോ ഇതെങ്ങനെ പാടുണ്ടോ, അത് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല, അവിടുത്തെ കുടുംബങ്ങളോട് നിങ്ങൾ ഈ ചില്ലിക്കാശിന് വേണ്ടി നമ്മളെ അഭിമാനം വിൽക്കുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതും ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട്. ഏതായാലും നമ്മുടെ കാഴ്ചപ്പാട് മനുഷ്യർക്ക് ഗുണം ചെയ്യുക, മനുഷ്യർ എന്ന ഒറ്റ നോട്ടം, അതിലൂടെ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ്. ഇവിടെ ഇപ്പോൾ ദാറുൽ ഖൈർ എന്ന പേരിൽ ഏതാനും ഭവനങ്ങൾ നിർമ്മിക്കുകയും അത് പാവപ്പെട്ട ആളുകൾക്ക് നൽകുകയും
ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. കൊലക്കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ പകരം കൊന്നേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവർ വിവരമില്ലാത്തവരാണ്. മറിച്ച് അത്തരം തെറ്റ് ചെയ്തു പോയവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് പുണ്യം എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾ പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജ്, അതിൽ തന്നെ നമുക്ക് കാണാം വിട്ടുവീഴ്ച ചെയ്യൽ സുന്നത്തുൻ മുഅക്കദതുൻ, അത് ശക്തമായ സുന്നത്താണ്. വബിഗൈരി മാലിൻ അഫ്ളലു, 5 പൈസ വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്താൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അല്ല പണം വാങ്ങിയിട്ട് നഷ്ടം വാങ്ങിയിട്ടും വിട്ടുവീഴ്ച ആകാം, രണ്ടും സുന്നത്ത് തന്നെയാണ്. വദാലിക ലിൽ ആയാതി വൽ ഹദീസ്, അത് വെറുതെ പറയല്ല ഇമാമിങ്ങള്, മഹാനവറുകൾ പറയാണ്. ധാരാളം ആയത്തുകളും ഹദീസുകളും അതിന് തെളിവുണ്ട്. മിൻഹാ ഖൈറു ഖബറുൽ ബൈഹഖി, അതിൽപ്പെട്ടതാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു കൊലയാളിയെ കൊണ്ടുവന്ന് ഹാജരാക്കി. കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ബോധിപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം കൊലക്കുറ്റം സമ്മതിച്ചു. ആ സമ്മതിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, പകരം കൊല്ലാതെ. അത് കുടുംബത്തിന്റെ അവകാശമാണ്, വിട്ടുകൊടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. നീ വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഹദീസിൽ നമുക്ക് കാണാം, മാ റുഫിയ ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസാസുൻ ഖത്തു ഇല്ലാ അമറ ഫീഹി ബിൽ അഫു. ഏത് ഇത്തരം കേസുകൾ വന്നാലും വിട്ടുവീഴ്ച ചെയ്യാൻ നബി തങ്ങൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്. അങ്ങനെ നിർദ്ദേശം കൊടുത്തപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ സ്വീകരിച്ചില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. ഫഅബാ, അദ്ദേഹം കൂട്ടാക്കിയില്ല. നബി തങ്ങൾ പറഞ്ഞു, ഇത് ഹബ്ബിഹി, നായാളെ കൂട്ടി പോയിക്കോ, കൊല നടത്തിക്കോ. പക്ഷേ പോകുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഫലമ്മാ വല്ലാ ഖാല ഇൻ ഖതലഹു ഫഹുവ ഫിന്നാർ, ആ കൊലയാളിയെ കൊന്നാൽ കൊന്ന ഇദ്ദേഹം നരകത്തിലാണ്. അതിന്റെ കാരണം അയാൾ അവകാശമല്ലേ, അയാൾ അവകാശമാണ്. അവകാശം ചെയ്തതിന്റെ പേരിലല്ല നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞത്. അതിന്റെ കാരണം ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറഞ്ഞു, നബിതങ്ങൾ ഒരു റെക്കമെൻഡ് ചെയ്തില്ലേ, വിട്ടുകൊടുക്കൂ. നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ സ്വീകരിക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ എന്ത് ബഹുമാനമാണ്? ആ ബഹുമാനം വേണ്ടതുപോലെ ഇല്ലാതെയായിപ്പോയി എന്നതിന്റെ പേരിലാണ് നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, കൊലക്കറ്റം ചെയ്തവരെ കൊന്നേ പറ്റൂ, അങ്ങനെ ഇസ്ലാമിലില്ല. അത് പണ്ഡിതന്മാർക്കറിയാം. അപ്പൊ പണ്ഡിതന്മാർ ചില വിഷയങ്ങളിൽ ഇടപെടുമ്പോ ജാഹിലീങ്ങൾ നിയമം പറയാൻ വരരുത്. വിവരമില്ലാത്തവൻ തലയെക്കെട്ടിട്ടുകൊണ്ട് വിവരം ഉണ്ടാവില്ല, അതുപോലെ താടിയുള്ള കൊണ്ട് വിവരം ഉണ്ടാവില്ല. അങ്ങനെയാണ് വലിയ വലിയ സിക്കാറൊക്കെ വലിയ ആലിമീങ്ങളാണെന്ന് പറയേണ്ടി വരും. അതുണ്ടാവില്ല. ഇൽമു എന്ന് പറയുന്നത് അത് നന്നായി ഖുർആനും ഹദീസും അതനുസരിച്ച് രേഖപ്പെടുത്തിയ ഇമാമിങ്ങളെ കിതാബുകളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി പറയേണ്ട സംഗതിയാണ് ഇൽമു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടുള്ള മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ അഹങ്കാരമില്ല, താഴ്മയോടെ ജീവിക്കുക. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അറിവില്ലാത്തവർ വിവരക്കേട് പറഞ്ഞാൽ സമാധാനത്തിന്റെ വാക്ക് പറയുക. അങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. അതോടുകൂടെ തന്നെ അത്തരം മഹാന്മാരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രിയിൽ എഴുന്നേറ്റവർ നിസ്കാരം നിർവഹിക്കുന്നു. അതുപോലെ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. പടച്ച റബ്ബിനോട് നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്നു. അതേ സ്വർഗത്തിൽ കടക്കുന്ന പടച്ച റബ്ബിന്റെ അടിമകളുടെ ലക്ഷണം പറയുകയാണ് ഖുർആൻ. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ.
നല്ല കാര്യങ്ങളിൽ അവർ ചെലവഴിക്കുന്നു. പക്ഷേ അത് ചെലവഴിക്കുമ്പോഴും അവർ ധൂർത്തടിക്കൂല, അനാവശ്യം ചെലവാക്കൂല, മിതത്വം പാലിക്കുന്നു. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കൂല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു ശരീരത്തെയും അവർ കൊല്ലൂല. വലാ യസ്നൂൻ, അവർ ഒരന്യ പെണ്ണുമായി അല്ലെങ്കിൽ ഒരന്യപുരുഷനുമായി ബന്ധപ്പെട്ട് അതാ വ്യഭിചാരം നടത്തൂല. സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അവർ ലൈംഗികാസ്വാദനം നടത്തൂല. ومن يفعل ذلك يلقى أثاما, ഇത്തരം തെറ്റുകൾ ചെയ്താൽ, കുറ്റങ്ങൾ ചെയ്താൽ അതിന്റെ പേരിൽ വലിയ തെറ്റിനെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. يضاعف له العذاب يوم القيامة ويخلد فيه مهانا, അവനതാ ഖിയാമത്ത് നാളിൽ ഇരട്ടി ഇരട്ടിയായി ശിക്ഷ നൽകപ്പെടും. ആ ശിക്ഷയിൽ തന്നെ അവൻ കാലകാലം താമസിക്കേണ്ടി വരും നിന്ദ്യനായി. ഇല്ലാ മൻ താബ വ ആമന വഅമില അമലൻ സാലിഹാ, എന്നാൽ വിശ്വാസം, ക്ലിയറായ വിശ്വാസം വിശ്വസിക്കുകയും അതേ ചെയ്തു പോയ തെറ്റിൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിക്കുകയും വഅമില സാലിഹാ, എന്നിട്ട് നല്ല കാര്യം പ്രവർത്തിക്കുകയും ചെയ്താലോ, വഅമില അമലൻ സാലിഹാ, ആകയാൽ അവൻ മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്തു. അവൻ ചെയ്ത തെറ്റുകളെല്ലാം നിർത്തിവെച്ചു. ഇനിമേലിൽ ചെയ്യുകയില്ല തെറ്റ് എന്ന് അവൻ തീരുമാനിച്ചു. എന്നിട്ട് റബ്ബിനോട് മാപ്പ് പറഞ്ഞ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാലോ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തെറ്റുകൾക്ക് പകരം നന്മ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകുന്നു. അതേ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കുന്നു. പടച്ച റബ്ബിന്റെ അടുക്കൽ അല്ലാഹു തആല നന്മകൾ രേഖപ്പെടുത്തുന്നു. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു തആല ധാരാളം പാപം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. അവൻ റഹീമാണ്, അവനിലേക്ക് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങിയവന് കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ, മനസ്സറിഞ്ഞ് ഖേദിച്ച് മടങ്ങി സൽക്കർമ്മം ചെയ്യുന്നവൻ അവനിലേക്ക് അല്ലാഹു തആല പൊറുക്കൽ കൊണ്ട് മടങ്ങുന്നു. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ കള്ളസത്യം ചെയ്യൂല, കള്ള സാക്ഷി പറയൂല. വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ, അനാവശ്യം നടക്കുന്ന സ്ഥലത്തുകൂടി പോകുമ്പോൾ അത് തിരിഞ്ഞു നോക്കൂല. അതേ, അവൻ സിനിമ കാണാനില്ല, സീരിയൽ നോക്കാനില്ല, ഹറാമ് നടക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കാനില്ല, അവൻ പുത്തൻവാദിയുടെ പ്രസംഗം കേൾക്കാനില്ല, യുക്തിവാദിയുടെ പ്രസംഗം ശ്രദ്ധിക്കാറില്ല, ആലിമീങ്ങളെ ചീത്ത പറയുന്ന വ്യാജത്വരീകത്തുകാരന്റെ ക്ലിപ്പ് കേൾക്കാനില്ല. വൈദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ, അല്ലാഹു വീണ്ടും പറയുകയാണ് അവരെ ലക്ഷണം. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ, റബ്ബിന്റെ ആയത്തുകൾ ഓതി തെളിവുകൾ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകൂല. ശരിക്കും അത് കാതുകൊടുക്കും, അത് നന്നായി ശ്രദ്ധിക്കും, അത് മനസ്സിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളും, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തും. പോരാ, അവരുടെ ലക്ഷണം വീണ്ടും റബ്ബ് പറയുകയാണ്. വല്ലദീന യഖൂലൂൻ, അവര് പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് അവരെ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ
ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. ഞങ്ങൾക്ക് നീ ഓശാരം തരണം അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഇണകളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ നീ ഞങ്ങൾക്ക് തരണം. പോരാ, ഞങ്ങളെ സന്താനങ്ങൾ, സന്താന പരമ്പരകൾ, എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ്, എങ്ങനെയുള്ള സന്താനങ്ങൾ, സന്താന പരമ്പരകൾ. ഖുർറത അയ്യുനിൻ, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന, സമാധാനം ലഭിക്കുന്ന നല്ലവരായ കുടുംബത്തെ തരണമല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. നല്ലവരായ ആളുകളെ പിന്തുടരുന്നവരാക്കണം ഞങ്ങളെ. നല്ലവരായ ആളുകൾക്ക് പിന്തുടരാൻ പറ്റുന്നവരാക്കണം ഞങ്ങളെ. അങ്ങനെ ഞങ്ങൾ നല്ലവരായ മുത്തഖീങ്ങളെ പിന്തുടരുന്നവരും മുത്തഖീങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്നവരുമാക്കി തരണം ഞങ്ങളെ. പടച്ച റബ്ബിനോട് അവർ പ്രാർത്ഥന നടത്തുന്നു. റബ്ബ് പറയുകയാണ്, ഉലൈക യുജ്സൗനൽ ഉർഫ, അവരാണ് സ്വർഗം നൽകപ്പെടുന്നവർ, സ്വർഗം പ്രതിഫലം നൽകപ്പെടുന്നവർ. ബിമാ സബറൂ, അവർക്ക് വെറുതെ കിട്ടുകയല്ല. പലരും പല തെറ്റും ചെയ്യുമ്പോ, പലരും ലഹരി ഉപയോഗിക്കുമ്പോ, പലരും അന്യ പെണ്ണിനെ ചാറ്റ് ചെയ്യുമ്പോ, പലരും പല തെറ്റുകളിലേക്കും ചാടിക്കിടക്കുമ്പോ അവിടെ ക്ഷമിച്ചു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ അടിമയാണ് ഞാനെന്ന ബോധത്തോടെ ഉടമസ്ഥനെ അനുസരിച്ച് ജീവിച്ചവരാണ് അവരെ ക്ഷമ കാരണത്താലാണ് റബ്ബ് അവർക്ക് പ്രതിഫലം നൽകുന്നത്. അതുപോലെ മുസീബത്തുണ്ടായാലും ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിച്ച് ജീവിക്കുന്നവരാണവർ. അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം ലഭിക്കുന്നത്. സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ ക്ഷമ വേണം, സുന്നത്ത് നിസ്കരിക്കാൻ ക്ഷമ വേണം, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ക്ഷമ വേണം. അങ്ങനെ ക്ഷമിച്ച് ജീവിച്ചവരാണവർ. പിന്നെയോ അവരുടെ സ്വഭാവം എന്താണ്? അവർക്ക് സ്വർഗത്തിൽ അതാ ആശംസകൾ നൽകപ്പെടുന്നു, അവർക്ക് സലാമിനെ അർപ്പിക്കപ്പെടുന്നു, കാഴ്ചവെക്കുന്നു. സ്വർഗത്തിൽ അവരെ സ്വീകരിക്കാൻ മലക്കുകൾ കാത്തിരിക്കുന്നു. ഖാലിദീന ഫീഹാ, അവര് കാലകാലം സ്വർഗത്തിലാണ്. ഹസുനത്ത് മുസ്തഖറം വ മുഖാമാ, അവിടെയല്ലേ താമസിക്കാൻ ഏറ്റവും നല്ല സ്ഥലം. അവിടെ കാലകാലം കാലകാലം, അതൊരായിരം കോടി വർഷമല്ല, കോടിക്കോടി വർഷമല്ല, എത്ര കാലം എന്ന് പറഞ്ഞാലും തീരില്ല. അത്രയും കാലം, തീരാത്ത കാലം അവരാ സ്വർഗത്തിൽ സന്തോഷപൂർവം കഴിയുന്നു. അവരാണ് പടച്ച റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ. അല്ലാഹു ജല്ല ജലാലുഹു ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിച്ച ജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, എല്ലാവരെയും അല്ലാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.